അപ്പൊ എന്താ ഇറങ്ങാൻ പോവാൻ ഏറെ കുറെ നാളത്തെ ആഗ്രഹം സഫലീകരിക്കുന്നു. പറയൂ, ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ ഇന്ന് ഏത് വണ്ടി നമ്മൾ എടുക്കാൻ പോണേ? അത് പറയാനല്ല, സർപ്രൈസ് ആണ്. സർപ്രൈസ്. പാപ്പുന് എന്താ പറയല്ലേ? എന്താ പറയാ, ചെക്കന് കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ്. അതെ, നന്നായി വരും. എന്നിട്ട് പറഞ്ഞോളേ, വണ്ടി എടുക്കാൻ പോണ എന്തായാലും നമുക്ക് എന്താ ട്രീറ്റ് ഇല്ലത്? ട്രീറ്റ് എന്താ? ട്രീറ്റ് നിങ്ങളെന്താ പറയണ? ട്രീറ്റ് മസ്റ്റ് ആട്ടോ. പുതിയ എടുക്കല്ല. ഞങ്ങള് നേരെ വണ്ടി എടുക്കുക. ഇപ്പൊ പോണത് വൈകുന്നേരം പോണോ? നൈറ്റ് ലൈഫ് അല്ലേ? നൈറ്റ് ഇത് പറഞ്ഞോക്കെ. ഞങ്ങൾ ആകാശ കാഴ്ചകൾ കാണിച്ചു തരാം. നാട് ഞങ്ങൾക്ക് കൊറേ കൃഷികളുണ്ട്. അതെ, പോലീസ് പിടിച്ച് പറഞ്ഞ ഒരു ബിസിനസ്സും ഉണ്ട്. അതെ, ഇതാണ് ഞങ്ങളെ നാട്. കൊറേ അങ്ങെത്തില്ലേ? നല്ല റോട്ടിൽ നിന്ന് കാറിന്റെ വീട്. കമ്പികൾ, മരങ്ങൾ. ഞങ്ങളുടെ റോഡ് മോശമാണ് ഗൈസ്. വെരി ബാഡ് റോഡ്. ഇപ്പൊ കുറ്റന്മാരല്ലേ നമ്മളെ വരണല്ലേ? ഞങ്ങൾ സന്തുഷ്ടരാണ്, പക്ഷെ ഞങ്ങൾ റോഡ് അസ്വസ്ഥരാണ്. റോഡിൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ടോ ഈ മുസമ്മിലാണ് ഞങ്ങളെ പ്രതീക്ഷ. തുടക്കേട്ടോണ്ട് ഓണാക്കിക്കണേ. പിന്നെ നമ്മളെ ഫറാനി കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെയാണ്. അപ്പൊ ഫേസിന് ടാൻ അടിക്കുന്നുണ്ട്. കൊറേ ആൾക്കാരെ കാണാണ്ടല്ലോ വണ്ടിക്ക് ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായതുകൊണ്ട്. അതെ, നമ്മളെ പുതിയ വണ്ടിയാണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് ഫറാനൊന്ന് ബ്യൂട്ടി പാർലറിൽ കയറ്റാറ്. അജുനും ടാൻ അടിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ചോദിക്കാനും പറയാനും അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് ടാൻ അടിക്കേണ്ട ആവശ്യമില്ല. ടാനിന്റെ പ്രശ്നം ഇവിടെ ചുങ്കത്തിലെത്താനായിക്കണേ. നിലമ്പൂരാണ് നമ്മളെ ഷോറൂം ഉള്ളത്. ഏതാണ്ട് ഒരു മണിക്കൂർ അല്ലേ? ഒരു മണിക്കൂർ കൊണ്ട് നമ്മളെത്തും. ഈ മുഖം പുഞ്ചിരിക്കുന്നതാണ്. പുത്തൻ വണ്ടി എടുക്കാൻ പോവാണ് നിങ്ങൾ പറഞ്ഞത്. വണ്ടി എടുക്കാൻ പോവാ. വണ്ടിയാണ്. അങ്ങനെ വാപ്പന്റെ അമ്മമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വാപ്പന്റെ അമ്മമാരെ പുത്തൻ വണ്ടി. എന്തല്ലേ ബേക്കത്തെ വൈബ്. ഏതാ വണ്ടി? ഏത് വിറ്റാരാ? അതാ ഈ വിറ്റാരയില് പോയല്ലോ. നമ്മൾ റിസ്കി ഷോട്ടാണ് ഞാൻ കരുതി. ആണോ? അനക്കെന്താ അറിയാ? ഈ അയമുൻ എന്താ അറിയാ? അയമുന്റെ മനസ്സ് ശുദ്ധിയാണ്. അതുകൊണ്ട് അയമുനൊന്നും അറിയില്ല. എന്താ പറഞ്ഞേ? പറഞ്ഞ കേട്ടില്ല. ഇംഗ്ലീഷ് ഫോർ ദി മലയാളം അക്ഷരസ്ഫുടത എന്ന് വെച്ചാല്, അതായത് അക്ഷരസ്ഫുടതന്റെ ഇംഗ്ലീഷ് പറയാം. എന്നാ പറഞ്ഞു കൊടുക്ക്. ഇതല്ലേ ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ച ഇജ പറഞ്ഞിട്ട് പോയാ മതി. ഇജ പറഞ്ഞിട്ട് പോയാ മതി. അക്ഷരസ്ഫുടതന്റെ ഇംഗ്ലീഷ് മറ്റേതിലേ മറ്റേതേ പറ അതാണ് പോരട്ടെ. സ്ഫുടത. ഹലോ, കേട്ടില്ല. ലെറ്റർ സ്ഫുടത. അക്ഷരസ്ഫുടതന്റെ മീനിങ് ലെറ്റർ സ്ഫുടത. അതെ എത്തിയിരിക്കുന്നു ഗായ്സ്. ഏതാണ്ട് 1.5 മണിക്കൂർ. ഓ മൈ ഗാഡ്, ഡ്രീം കം ട്രൂ. This is Ashik Aju, Japan. This is Farhan. ചാകല കടന്നുണ്ട്. ഇതാണ് ഞങ്ങളെ മനോഹരമായ നിലമ്പൂർ.
ഇവിടെ എന്താ ഇവിടെ എന്താ കിട്ടി ഗായ്സ്, കിട്ടി ഗായ്സ്. ഇതാണിതാ ചെക്കൻ്റെ ദിവസമല്ലോ. ചെറിയ എവിടെടാ സാധനം, എവിടെടാ സാധനം ഇതാണ് കേക്ക് മേടിച്ചല്ലേ. ദിസ് ഈസ് ക്രിസ്പെല്ലോ. പറഞ്ഞില്ലേ ഇജ്ജ് കാറ് പോയാ മതി, ഞങ്ങൾ കൊണ്ടുവന്നോണ്ട് വണ്ടി. ഇങ്ങോട്ട് എങ്ങനെ പോരണേ? വണ്ടി എങ്ങനെ കൊണ്ടുവരണേ? അണ്ടപാറ വരിക, അണ്ടപാറ വരിക, അണ്ടപാറ വരിക. എന്തിനാ തല ഇരിച്ചോ? വേറെ രണ്ടാളും തല ഇരിച്ചിക്കണേ. ഒറ്റക്ക് വരേണ്ടി വരും. ഏസിലിരുന്ന് വരുന്ന സുഖം ഒന്നും ബൈക്ക് പോകാൻ കിട്ടൂല. കൊണ്ടേ ഞാൻ വെയിലോണല്ലേ, വെയിലോട്ട് ഒറ്റക്ക് പോവാ. നമുക്ക് കാർ എടുക്കാൻ പോയിരിക്കും. ഇജെന്ത് ചെയ്യേ? ഇജ് ബൈക്ക് പോ, ഞങ്ങള് കാറിലൊന്ന് വീഡിയോ ഒക്കെ എടുക്കാം. എങ്ങനെ ഉണ്ടാവും? നൈസായി കാര്യം. കണ്ണാബി എത്തി ഗായ്സ്, എത്തി ഗായ്സ്. എവിടെ നമ്മളെ വണ്ടി? വണ്ടി Don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You are not a bakery of life. Equip my soul, find the real gold. I'll fulfill what. ഏതാ നോക്കണേ? നോക്കട്ടെ, എന്റെ വണ്ടി ഏതാ? നോക്കി എല്ലാം നോക്കണ്ടേ? സ്റ്റൈല് നോക്കടി, നന്നായിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നില്ലല്ലോ, എന്തോ സ്മാർട്ടല്ലേ. കാറ് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴത്തേന് അടുത്തൊരു ബുക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ഏത് വണ്ടി നോക്കണേ? എന്താണ് അടുത്ത നമ്മളെ ഗ്യാരേജ് കയറുന്നേ? വാടാ വാടാ. അജു അവന്റെ ഡ്രീം ബൈക്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. വണ്ടേ രണ്ടാളും പോപ്പം പിടിച്ച് നിൽക്കണ്ട്.
പൊട്ടിയാ കാണാ ആയിട്ടില്ല ഒരു ഗൈസ് നമ്മൾ വിചാരിച്ച പോലെ പാളിയില്ല കറക്റ്റ് ടൈമിങ്ങിൽ പൊട്ടി ആരൊക്കെ കൊണ്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യിക്കുന്ന മുട്ട അടുത്തത് കേക്ക് മുറിച്ചുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ ബാപ്പു അതിനുള്ള സെറ്റപ്പൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേക്കിന് പൈസ തന്നിട്ടുള്ളവർ മാത്രം കത്തിപ്പിടിക്കുക. നിങ്ങൾ പൈസ തന്നിട്ടുണ്ടോ എന്നാൽ കത്തിപ്പിടിക്കുക. ഓക്കെ, ഇനി എല്ലാവരും ഡാമ്യൂങ്കർ പാട്ട് പാടിയിട്ട് കേക്ക് മുറിക്കുക. ഡാമ്യൂങ്കർ ഓക്കെ ഓങ്കർ ഓക്കെ ഡാമ്യൂങ്കർ ഓക്കെ. ഇനി എല്ലാവരും ചെറിയ പീസ് മാത്രം, പൈസ തന്നിട്ടുള്ളവർ ചെറിയ പീസ് മാത്രം കഴിക്കുക. ബാക്കി എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം, തരില്ല ഞാൻ. അങ്ങനെ ഫൈനലി മുത്താക്കാന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അടിപൊളിയാണ്. മുട്ടാണ് പാർട്ടി ഇല്ലേ പുഷ്പ? പോട്ടെ പോട്ടെ രാജ. അങ്ങനെ മുട്ടന്റെ വണ്ടിന്റെ ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ബൈ.